നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ശശി തരൂർ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുമോ? തരൂരും മോദി സർക്കാരും തമ്മിലുള്ള ഇപ്പോഴത്തെ അടുപ്പം വച്ച് നോക്കുമ്പോൾ ചിലർ അങ്ങനെ പ്രവചിക്കുന്നുണ്ട്. തരൂർ ഏതായാലും കോൺഗ്രസുമായി അകന്നു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുമായി ഇപ്പോൾ പരസ്പരമുള്ള സംസാരം പോലും ഇല്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും അറിയുന്നത്. നരേന്ദ്രമോദി ശശി തരൂരിനെ പാർലമെന്ററി ഡെലിഗേഷന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിലേക്ക് വിട്ടത് കോൺഗ്രസിന്റെ കടുത്ത എതിർപ്പിന് പാത്രമായിരുന്നു. ഒരു കാരണവശാലും സിന്ദൂർ ഓപ്പറേഷനെ കുറിച്ച് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഡെലിഗേഷനിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തരുതെന്ന് കോൺഗ്രസ് പ്രധാനമന്ത്രിയോടും BJPയോടും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് തള്ളിക്കൊണ്ടാണ് ശശി തരൂരിനെ ഈ പ്രതിനിധി സംഘത്തിന്റെ തലവനായി പ്രധാനമന്ത്രി നിശ്ചയിച്ചത്. അത് കോൺഗ്രസിന് വലിയ അലോസരമുണ്ടാക്കിയെന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയും ശശി തരൂരും തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധത്തിന്റെ അവസാന ചരടുകളും പൊട്ടാൻ അത് കാരണമാവുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ കേൾക്കുന്ന വാർത്ത, തരൂർ BJPയിലേക്ക് ചായുന്നത്, മോദിയിലേക്ക് ചായുന്നത് വെറുതെ അല്ല എന്നാണ്. 2027 ജൂലൈ മാസത്തിൽ നടക്കുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ BJPയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ശശി തരൂർ അവതരിച്ചേക്കാമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ലഭിക്കുന്നത്. തരൂരിന് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് BJP നിറവേറ്റിക്കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല, കോൺഗ്രസിന് ശശി തരൂരിനെ പിന്തുണയ്ക്കേണ്ട ഗതികേടും BJP ഉണ്ടാക്കും. കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു നോക്കിയ തരൂരിനെ ഹൈക്കമാൻഡും കേരള നേതാക്കളും ഒരുമിച്ച് നിന്നാണ് ഒതുക്കിയത്. രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വിശ്വസ്തനായ മല്ലികാർജുന ഖാർഗെക്കെതിരെ കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതോടെ തരൂർ ശരിക്കും നെഹ്റു കുടുംബത്തിന്റെ ഇഷ്ടത്തിൽ നിന്നും, അല്ലെങ്കിൽ അവരുടെ പ്രധാന സംഘത്തിൽ നിന്നും പുറത്തായിരുന്നു. അതോടുകൂടി തരൂരിനെ എങ്ങനെ ഒതുക്കാമെന്നുള്ള ഗവേഷണത്തിലായിരുന്നു നെഹ്റു കുടുംബവും കോൺഗ്രസിലെ ഉന്നത നേതാക്കളും. അതിനാകട്ടെ കേരളത്തിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളുടെ പിന്തുണ ലഭിക്കുകയും ചെയ്തു. കേരളത്തിൽ തന്നെ കാലുകുത്താൻ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ സമ്മതിക്കില്ലെന്ന് മനസ്സിലായ ശശി തരൂർ പതിയെ പിൻവാങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് സിന്ദൂർ ഓപ്പറേഷനെ കുറിച്ച് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പാർലമെന്ററി തല സംഘത്തിന്റെ പ്രതിനിധിയായി ശശി തരൂരിനെ പ്രധാനമന്ത്രി നിയോഗിച്ചത്. തരൂരിന്റെ പേര് കോൺഗ്രസ് കൊടുത്തിരുന്നില്ല. BJP അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ശശി തരൂരിനെ സംഘത്തിന്റെ തലവനായി ഉൾപ്പെടുത്തിയത്. അത് തരൂരിലേക്കൊരു പാലമിടാൻ വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. ഇപ്പോൾ മോദിയും ശശി തരൂരും തമ്മിൽ നല്ല വ്യക്തിബന്ധമാണ്. BJP തരൂരിനെ എടുക്കില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നാൽ BJPയിൽ ചേർന്ന് എവിടെയെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയായി അല്ലെങ്കിൽ ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായി ഇരിക്കാനല്ല വിശ്വപൗരൻ ആഗ്രഹിക്കുന്നത് അത്രേ. അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനമാണ്. അത് നൽകാൻ ഇപ്പോൾ മോദിക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് അദ്ദേഹം മോദിയുമായി കൈകോർത്തുവെന്നും ശശി തരൂരിനെ രാഷ്ട്രപതിയാക്കാൻ BJPക്ക് സന്തോഷമുണ്ടെന്നും മോദിക്ക് വ്യക്തിപരമായ താല്പര്യമുണ്ടെന്നും അങ്ങനെ വന്നാൽ 2027 ജൂലൈയിൽ നടക്കുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ BJPയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി മോദി പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ചില BJP കേന്ദ്രങ്ങൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് ശശി തരൂരിനെ പിന്തുണയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്തുണയ്ക്കേണ്ട അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരും. അത് കോൺഗ്രസിന്റെ ഗതികേട് കൊണ്ടായിരിക്കാം. പക്ഷേ ശശി തരൂരിനെ എതിർക്കാൻ കോൺഗ്രസിന് ഏതായാലും കഴിയില്ല. ഇത് വളരെ നന്നായി മനസ്സിലാക്കിക്കൊണ്ടാണ് ശശി തരൂരിനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി 2027 അവതരിപ്പിക്കാൻ BJP ശ്രമിക്കുന്നത്.